എന്തുകൊണ്ടാണ് ഇപ്പോൾ പല പുരുഷന്മാരും ഒരു മകളെ ആഗ്രഹിക്കുന്നത്? ഇതിന്റെ പിന്നിലെ മനഃശാസ്ത്രം നമുക്കൊന്ന് നോക്കാം. പണ്ടൊക്കെ പറയുമായിരുന്നോ, കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മകൻ വേണമെന്ന്. പക്ഷേ ആ കാലമൊക്കെ മാറിയോ? ലോകം മുഴുവൻ ഒരു മാറ്റം കാണുന്നുണ്ട്. ആൺകുട്ടികൾ വേണമെന്നുള്ള പരമ്പരാഗതമായ ആഗ്രഹം കുറയുന്നു. ചൈനയിലും ഇന്ത്യയിലുമൊക്കെ ജനനനിരക്കിലെ ആൺപെൺ അനുപാതം ഏകദേശം തുല്യമായി വരുന്നുണ്ട്. അപ്പോ എന്താണ് ഈ മാറ്റത്തിന് കാരണം? വെറും സാമൂഹികം മാത്രമല്ല, ഇതിന് ശാസ്ത്രീയമായ കാരണങ്ങളുമുണ്ട്. പല അച്ഛന്മാരും ആദ്യം ഇങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്: മകനാവുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റുക എന്ന്. പക്ഷെ ഒരു മകൾ ജീവിതത്തിലേക്ക് വന്നാൽ ഈ ധാരണകളെല്ലാം ശരിക്കും മാറിമറിയുന്നു. അച്ഛന്മാർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു പ്രത്യേക അടുപ്പമുണ്ടതിന്. അത് അവരിലെ സൗമ്യമായ വശം പുറത്തുകൊണ്ടുവരും. അതായത്, ഈ ലോകത്ത് അവൾക്ക് സ്നേഹത്തോടെയും ധൈര്യത്തോടെയും വളരാൻ ഒരു തണലാകണം എന്ന ആഗ്രഹം. ഇനി ഏറ്റവും രസകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ, ശാസ്ത്രവും ഇത് ശരിവെക്കുന്നുണ്ട്. അച്ഛന്മാർ മകളോട് വികാരങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ മകനോട് നേട്ടങ്ങളെപ്പറ്റിയാണ് കൂടുതലും സംസാരിക്കുക. അതിലെമപ്പുറമാണ് കാര്യം. നമ്മുടെ ബ്രെയിൻ സ്കാൻ നോക്കിയാൽ ഈ വ്യത്യാസം ശരിക്കും കാണാൻ പറ്റും. ഒരു മകളുടെ ചിരി കാണുമ്പോൾ അച്ഛന്റെ തലച്ചോറിലെ സന്തോഷം നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ കൂടുതൽ ആക്റ്റീവാവും. ഈ ബന്ധം മകളെ മാത്രമല്ല മാറ്റുന്നത്, അത് അച്ഛന്റെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിക്കും. ഇതിനൊരു പേരുണ്ട്: മൈറ്റി ഗേൾ എഫക്റ്റ്. കേട്ടിട്ടുണ്ടോ? എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കുട്ടി മകളാണെങ്കിൽ ഒരു സ്ത്രീയുടെ ജീവിതം എന്താണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള അച്ഛന്മാർ ലിംഗസമത്വത്തിനുവേണ്ടി കൂടുതൽ നിലകൊള്ളും. അത് ശമ്പളത്തിലായാലും നിയമത്തിലായാലും. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. കാരണം നാളെ അവൾ പുരുഷന്മാരെ അളക്കുന്നത് തന്നെ കണ്ടിട്ടായിരിക്കും. ഈ ബന്ധം അവൾക്ക് ധൈര്യം കൊടുക്കും. ഭാവിയിൽ നല്ലൊരു പങ്കാളിയെ കണ്ടെത്താനും ഇത് സഹായിച്ചേക്കാം. അതുകൊണ്ട് ഒരു മകളെ വളർത്തുന്നത് ശരിക്കും ആ പുരുഷനെ തന്നെയാണ് മാറ്റിപ്പണിയുന്നത്. അപ്പോ ഈ ബന്ധം മകളെ മാത്രമല്ല, ഒരു പുരുഷൻ എന്നതിന്റെ നിർവചനത്തെ തന്നെ മാറ്റിയെഴുത്തുന്നു, അല്ലേ?